അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പുണ്യനബി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുത്ത മഹാനായ വ്യക്തിയാണ് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു. ഭക്ഷണം ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന രീതി അത്ര വലിയ കാര്യമായി നാം മനസ്സിലാക്കാറില്ല. കാരണം ദിവസവും പലകുറി ആവശ്യത്തിനും അനാവശ്യത്തിനും പോയി വാരി വിഴുങ്ങുന്നവരാണ് മനുഷ്യർ. നടന്നും ഇരുന്നും കിടന്നുമെല്ലാം അത് കഴിക്കും. എന്നാൽ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനടുത്ത് അങ്ങനെയല്ല കാര്യം. ഉസ്താദിന് ഭക്ഷണം വലിയ ഒരു സംഭവമാണ്. ചാടി വീണ് കയ്യിൽ കിട്ടിയതെല്ലാം വായിലിട്ട് ഓടാൻ പറ്റില്ല. അതിന് ധാരാളം ചിട്ടകളും മര്യാദകളുമുണ്ട്. അവയെല്ലാം മുറ പോലെ പാലിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയെങ്കിൽ ശരിക്കും കഴിച്ചതുപോലെ തോന്നും. വയറ് മാത്രമല്ല, മനസ്സും നിറയും. ഭക്ഷണ സാധനങ്ങളോടുള്ള ഉസ്താദിന്റെ ബഹുമാനം വളരെ വലുതായിരുന്നു. അതിനെ നിസാരമാക്കുന്ന വിധത്തിൽ ഒരു വാക്ക് പ്രയോഗം പോലും തന്റെ നാവിൽ നിന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ലഭിക്കുന്ന ഭക്ഷണം തനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിന്റെ പോരായ്മകൾ പറഞ്ഞില്ല. ഇതും ലഭിക്കാത്ത എത്ര പേർ ലോകത്ത് വിശപ്പ് സഹിക്കുന്നുണ്ടാകും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെങ്കിലും തന്നല്ലോ എന്ന അർത്ഥത്തിൽ എപ്പോഴും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നായിരിക്കും ആ ചുണ്ടുകളിൽ വിരിയുന്നത്. ഒരു റമദാൻ കാലത്തെ അത്താഴ സമയം ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഗ്രേസ് വാലി പള്ളിയിലാണ് ഉറങ്ങിയിരുന്നത്. അത്താഴത്തിന് ഇലക്കറിയായിരുന്നു. അത് കഴിക്കുമ്പോൾ തന്നെ ഉസ്താദ് ഇടയ്ക്കിടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, നല്ല കറി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഉസ്താദ് എഴുന്നേറ്റതിന് ശേഷം മറ്റൊരാൾ ആ കറിയിൽ നിന്ന് അല്പമെടുത്ത് വായിൽ വെച്ചു നോക്കി. കയ്പ് കാരണം അത് ഇറക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഉസ്താദ് യാതൊരു പരാതിയുമില്ലാതെ അത് ഭക്ഷിച്ച് എഴുന്നേറ്റ് പോവുകയായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതത്തിൽ പലയിടത്ത് വെച്ചും ഉണ്ടായിട്ടുണ്ട്. കിട്ടിയത് തിന്നുക എന്നതല്ലാതെ ഒരക്ഷരം പോലും അതിനെതിരെ പറഞ്ഞിരുന്നില്ല. നിലത്തു വീണ് കിടക്കുന്ന വറ്റുകൾ അപ്പോൾ തന്നെ പെറുക്കിയെടുക്കും. അത് പിശാചിനു വേണ്ടി ഉപേക്ഷിച്ചിടരുത് എന്ന പ്രവാചക അധ്യാപനം ഉസ്താദ് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുമായിരുന്നു. പലയിടങ്ങളിലും ആളുകൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു പോയാൽ സുപ്രയിൽ വീണ് കിടക്കുന്ന വറ്റുകൾ ഉസ്താദ് പെറുക്കി തിന്നുമായിരുന്നു. ഒരിക്കലൊരു സംഗമത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. നിലത്ത് ചെറിയൊരു പത്തിരി കഷ്ണം ചെളി പുരണ്ട് കിടക്കുന്നത് ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉസ്താദ് അത് എടുത്ത് ടാപ്പിനടുത്ത് പോയി കഴുകി ബിസ്മി ചൊല്ലി ഭക്ഷിച്ചു. ഭക്ഷണത്തിന്റെ ഏത് തരിയിലാണ് ബറക്കത്ത് എന്നറിയില്ല മക്കളെ എന്ന ഒരു ഉണർത്തലും കൊടുത്തു. കൂടി നിന്നവരെല്ലാം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. നിലത്തു വീണ ഭക്ഷണം അഴുക്ക് നീക്കം ചെയ്ത് ഭക്ഷിച്ചാൽ കൈവരുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഉസ്താദ് ഓർമ്മപ്പെടുത്തുമായിരുന്നു. വെള്ളപ്പാണ്ട്, കുഷ്ഠം, ഭ്രാന്ത് പോലെയുള്ള വെറുക്കപ്പെടുന്ന അനവധി അസുഖങ്ങളിൽ നിന്ന് തനിക്കും തന്റെ 3 തലമുറക്കും ഇതുവഴി കാവലുണ്ടാകും എന്നാണ് ഉസ്താദ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം നഷ്ടപ്പെടുത്തുന്ന കാര്യം കൂടുതൽ ഗൗരവത്തോടെ എടുക്കാൻ ഉസ്താദ് ആളുകളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. മാഷാ അല്ലാഹ്, വിശുദ്ധ റമദാനിലാണ് നാം ഉള്ളത്. ഭക്ഷണം മിതമായി കഴിക്കുകയും ഭക്ഷണത്തോട് ആദരവ് പുലർത്തുകയും നാം ചെയ്യണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.